ഇതിനകത്തുള്ള മീൻ കച്ചവടം ഇവിടെ നിന്ന് ഏകദേശം ബീച്ച് സൈഡിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചേച്ചിമാരാണ് ഇവിടെ കൊണ്ട് മീൻ വയ്ക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഇത് ഇവിടെ കെട്ടി തുടങ്ങി. ഈ കെട്ടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർ ഈ വെയിലത്താണ് ഇരുന്നത്. വെയിലത്തിരിക്കുന്നുണ്ട്. പലപ്പോഴും വിചാരിച്ച് ആ ഒരു ഇത് വേണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേളിലൊരു ഷെഡോ അങ്ങനെ ഒന്നുമില്ല. അവരൊക്കെ നല്ല രീതിയിൽ ഷെഡിലൊക്കെ ഇരുന്നവരാണ്. ഇപ്പോൾ അവർക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ല. അവർ ഈ വെയിലിരുന്നാണ് കച്ചവടം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാരണം കോർപ്പറേഷൻ മേയർ ഇവിടെ വന്ന് ഇതൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇപ്പോൾ വേറെ കെട്ടുന്നുണ്ട്. പക്ഷേ അവരുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 24 മണിക്കൂറും ആ വെയിലിലാണ് ഇരിക്കുന്നത്. അത് സമുദായ നേതാക്കന്മാരും മറ്റും മറിച്ചുമെല്ലാം ഒന്നും മിണ്ടുന്നില്ല. ഇവരിവിടെ വന്ന് ഇപ്പോഴേ ശകലം ഒരു ചെറിയൊരു കുടയൊക്കെ വെച്ചിരുന്നാൽ ഈ ഭയങ്കര ചൂടിൽ എങ്ങനെ ഇരിക്കുമെന്ന് പറ. വേണ്ട മീൻ വയ്ക്കുന്നവരും എടുക്കുന്നവരും എല്ലാം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവന്ന് മീൻ വയ്ക്കുന്നത്. ഒരു കെട്ടുറപ്പില്ലാത്ത രീതിയിൽ അടച്ചുറപ്പില്ലാത്ത രീതിയിലൊക്കെയാണ് ഈ മീനൊക്കെ വെച്ച് ഇതൊക്കെ കൊണ്ട് പോകുന്നത്. ഇത് കോർപ്പറേഷൻ്റെ നല്ല രീതിയിലാണ് അകത്തിരുന്നത്. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഷെഡിലൊക്കെ സുഖമായിട്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഇവർക്ക് ഈ അവസ്ഥ. ഇവരൊരു ചെറിയ ഇത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ടുണ്ട്. എന്ത് ചൂട് നല്ല രീതിയിൽ ഇരുന്നവരാണ് ഇതെല്ലാം. ഇപ്പോഴാണെങ്കിൽ ആ ചൂടിലാണ് ഇരിക്കുന്നത്. ഭയങ്കര ചൂടിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിരുന്നു ഈ കെട്ടിടം കേട്ട് തുടങ്ങിയത്. ഇവരെല്ലാം അകത്ത് നല്ല രീതിയിലൊക്കെ ഇരുന്ന് വിറ്റവരാണ് കംപ്ലീറ്റ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരെല്ലാം ഇവിടെ ഇരിക്കുന്നത്. ഉടനെ ശരിയാവുമെന്നോ എന്തോ നമുക്കറിയില്ല. പക്ഷേ അവരാ വെയിലിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നതിന് അവർക്കൊരു മാർഗം ഉണ്ടാക്കണം. അവർക്ക് ഷെഡ് വേണം. ഈ കടപ്പുറത്തൊക്കെ ഫ്രഷ് മീനും കൊണ്ടുവന്ന് വിൽക്കുന്നവരാണ്. അവർക്ക് ഷെഡുമില്ല, ഒന്നുമില്ല. ഇതിനകത്തിങ്ങനെ ഇരുന്ന് അവർ വെയിൽ കൊണ്ട് മരിക്കുകയാണ്. അവർക്ക് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ചൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ശതമാനത്തിൽ കൂടുതൽ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. എന്നാലും അവരെല്ലാം ഈ ചൂടിലിരുന്നാണ് ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഒന്നിനും താൽക്കാലികമായിട്ട് അവർക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റെങ്കിലുമൊക്കെ വലിച്ചു കെട്ടി അവർക്ക് ഇരിക്കേണ്ട ഒരു സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നത്. ഈ ഭാഗത്തു നിന്ന് അവർക്ക് ഇരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഷീറ്റെങ്കിലും എടുത്ത് അവർക്ക് സുഖമായിട്ടിരുന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി രാവിലെ കാപ്പി പോലും കുടിക്കാതെയൊക്കെയാണ് കച്ചവടത്തിന് ഇറങ്ങുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണ് അവരുടെ ജീവിതം കഷ്ടം പിടിച്ച ജീവിതമാണ്. ഇത് തീരുമാനമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. നിങ്ങൾ എന്തൊക്കെയാണ് കഷ്ടം അനുഭവിക്കുന്നത്? നിങ്ങൾക്ക് സെപ്പറേറ്റ് മൂത്രപ്പുരയൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ട്. അല്ലാതെ ഇത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വെയിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ സമയത്ത് പോലും അവരിവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ആ കടപ്പുറത്ത് കിട്ടുന്ന മീനും കൊണ്ടുവന്ന് അവർ കൊണ്ടുവരുന്നതാണ്. ഈ നല്ല ഫ്രഷ് മീൻ കൊണ്ട് വിൽക്കുന്ന അവരൊക്കെ ഉള്ളൂ. എന്ത് ചെയ്യാൻ വേണ്ടി കഷ്ടമാണ്. എല്ലാവരും വെയിൽ കൊണ്ട് ഊപ്പാട് വരെ തന്നെ. മേടിയായ എല്ലാം നോക്കിയാണ് അവരെല്ലാം കംപ്ലീറ്റ് വെയിലാണ് കിടക്കുന്നത്. ഇരിക്കുന്നത്. അവർക്കൊരു ഷെഡോ കൂട്ടോ ഒന്നുമില്ല. പാവങ്ങൾ മീനൊക്കെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടുത്തെ മീൻകാരുടെ അവസ്ഥ. അകത്ത് നല്ല സുഖ സൗകര്യത്തോടെ അവരിരുന്നതാണ്. വലിയ കുഴപ്പമില്ലാതെ വെയിലടിക്കാതെയൊക്കെ ഇരുന്ന പാവങ്ങളാണ്. അതുകൊണ്ട് ഈ സൈഡിലിരിക്കുന്നവർക്ക് ഒന്നുകിൽ നിങ്ങളൊരു ഷീറ്റെങ്കിലും കെട്ടിക്കൊടുക്കും. അവിടെ ഷീറ്റ് പൊളിച്ച് അത് പൊളിച്ച് കളഞ്ഞ് ഇത് പൊളിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ കോർപ്പറേഷൻ മേയറൊന്ന് കേൾക്കണം. ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് അവിടെ നോക്കിയാണ് അതിൽ ആ ഷീറ്റ് ഇട്ടിരിക്കുന്നത്. അതിനകത്തുനിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം ഇവരുടെ ദേഹത്ത് വീഴുകയാണ്. നിങ്ങൾ എന്തൊരു എഞ്ചിനീയറിംഗാണ് ചെയ്തിരിക്കുന്നത് അറിയില്ല. ഇതുണ്ട മഴ പെയ്യുമ്പോൾ ഈ പാവപ്പെട്ടവർ മീൻ വിൽക്കുന്നവരകത്തൂടെ ഈ വെള്ളം എല്ലാം വീഴുന്നെന്ന് പറയുന്നു. കഷ്ടമാണ് കേട്ടോ. എന്തായാലും അവരുടെ കാര്യവും പരിഗണിക്കണം. അവർ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരെന്നുള്ള ധാരണ വേണ്ട. ഇന്നെന്തായാലും തിരുമേനിമാരെ കാണാൻ പോവുകയുള്ളൂ.
കാര്യം അവരൊക്കെ പറയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യാത്തത്. അതുകൊണ്ട് മേയർ നോക്കണേ. അത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഇത് പ്രത്യേകം കാണണം. ഇവർക്കൊരു ഷീറ്റെങ്കിലും അടിച്ച് കെട്ടേണ്ട ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഈ വെയിലിരുന്ന് അവരെ കൊല്ലാതെ. പറഞ്ഞു കേട്ടല്ലോ, നിങ്ങൾ അവരെ കൊല്ലല്ലേ, അവർ പാവപ്പെട്ടവരാണ്.